കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഇവിടെ ഒരു മത്തങ്ങ തോരനും മുരിങ്ങയില കറിയും ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മമ്മ നല്ലപോലെ മത്തങ്ങ കഴുകിയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നു. ഇപ്പം നല്ലപോലെ വെച്ചിരിക്കുക. ഇപ്പം വെള്ളം തോരാൻ വെച്ചിരിക്കുക. അമ്മമ്മ ഇപ്പുറത്തെ മുരിങ്ങയില കറി ഉണ്ടാക്കുന്നു. പണ്ടുള്ളവർ പറയുന്നതല്ലേ, മുരിങ്ങയില കഴിച്ചാൽ കണ്ണിന് നല്ല കറുപ്പും ആരോഗ്യം നമുക്ക് കിട്ടുന്ന. അമ്മ ഇപ്പം മുരിങ്ങയില മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു. അമ്മമ്മ ഇപ്പം ഇത് മുരിങ്ങയില മത്തങ്ങ വെള്ളം തോരാൻ വെച്ചിരിക്കുക. അമ്മമ്മ ഇപ്പം മാറ്റി വെച്ചിട്ട് ഉള്ളി അരിയുക. ഉള്ളിയുടെ തൊലി നല്ലപോലെ കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിട്ടിരിക്കും. തൊലി കളഞ്ഞിട്ട് ഇപ്പം ഇത് ഉള്ളി കഴുകി എടുത്തേക്കുന്നു. ഉള്ളി ഇപ്പം അരിയുക. ഇങ്ങനെ വെച്ചിട്ട് ചോപ്പിംഗ് ബോർഡ് വെച്ച് അരിയുവാണെങ്കിൽ നല്ലതായിട്ട് കിട്ടും. അമ്മമ്മ ഇപ്പം അരിയുന്ന പോലെ അരിയുവാണെങ്കിൽ നല്ല ടേസ്റ്റും രുചിയും കിട്ടും. ഇത് നല്ലപോലെ അതിൻ്റെ നീരിറങ്ങുന്ന പോലെ നല്ലതായിട്ട് അരിയണം, എന്നാലേ നല്ല രുചി കിട്ടത്തുള്ളൂ. നമ്മൾ തേങ്ങ ഇനിയും അരിയാൻ പോന്നു. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അരിഞ്ഞാൽ നല്ലതായിട്ടായിരിക്കും. ഞങ്ങൾ തേങ്ങ ഇങ്ങനെ ഇളകി ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ ചിരണ്ടിയും കൊണ്ട് ചിരണ്ടുന്നില്ല, ഇതുപോലെ കഷ്ണം കഷ്ണമായിട്ട് പിശത്തിയും കൊണ്ട് മുറിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് മിക്സിക്കകത്ത് കുറച്ച് തേങ്ങ തുമ്പ അരിഞ്ഞ് വെച്ചതും പിന്നെ തുമ്പ അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അരച്ചിട്ട് ഉള്ളിയും ഇതും കൂടെ അരച്ചതാണ് പേസ്റ്റാക്കി പേസ്റ്റല്ല, കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് കഷ്ണം പോലെ വരുന്നതൊക്കെ നിർത്തി മിക്സ് ആക്കണം. ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ടീസ്പൂണിന് അകത്ത് ആണ് കടുകിടേണ്ടത്. ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാണ് ഇടേണ്ടത്. നമ്മൾ കുറച്ച് ഉള്ളിയും കൂടി ഇടുമ്പോൾ ടേസ്റ്റ് കൊടുത്തില്ല. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഉള്ളി ഇട്ടു. നമ്മളിവിടെ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന മുരിങ്ങ, നമ്മൾ ഇതൊന്ന് അരച്ച് വെച്ച ചമ്മന്തിയും ഉള്ളിയും മിക്സ് നമ്മൾ എടുത്തേക്കുന്നു. അമ്മൂമ്മ ഇപ്പം മത്തങ്ങയില ഇട്ടേക്കുവാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കുന്നു. തേങ്ങ ഇട്ട് വെച്ചിട്ട് നമ്മൾ മുമ്പത്തെ ഉള്ളിയും തേങ്ങയും കൂടെ ഉള്ള മിക്സ് മത്തങ്ങയും തേങ്ങയും ചേർത്ത് നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണം. നമ്മളിവിടെ കുറച്ച് മുളക് പൊടി ഇടുന്നു, മഞ്ഞൾപ്പൊടി ഇടുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിത് ഇട്ട് കഴിഞ്ഞ് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഹൈയിലാക്കണം. എന്നിട്ട് നമ്മൾ പാത്രം വെച്ച് അടയ്ക്കുക. 2 മിനിറ്റ് നേരമോളം നമ്മൾ പാത്രം അടച്ചു വെക്കുന്നതാണ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. എടുത്തപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ചെറിയൊരു ഗോൾഡൻ നിറത്തിലാവുന്ന നമ്മുടെ മത്തങ്ങ തോരൻ റെഡിയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ മുരിങ്ങയില കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ തോരൻ റെഡി. നല്ല ടേസ്റ്റി മത്തങ്ങക്കറി. തോരനെ പോലെ തന്നെ ഇന്നും ആ പാത്രം തന്നെ എടുത്ത് എണ്ണ ഒഴിച്ച് വെച്ചേക്കുക. എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാകണം. നമ്മൾ കുറച്ച് ഒരു സ്പൂൺ തുമ്പ കാണിച്ച പോലത്തെ സ്പൂണിനകത്ത് തന്നെ ഒരു 1/2 സ്പൂൺ കടുകിടുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലൊന്ന് റെഡിയാക്കുക. ഇടുന്നു. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിടാവും.
നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അത് അരി ചൂടാവാൻ വെക്കാൻ. ഇവിടെ ഒരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കണം. നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്ന അരപ്പ് തേങ്ങ, മുളക്, ഉള്ളി, പരിപ്പ് ചേരുന്നതാണ്. അതിപ്പോൾ അമ്മമ്മ ഇടാൻ പോകും. ഇതാണ് അരപ്പ്. കുറച്ച് കരിയാപ്പിലയും വേണമെങ്കിൽ ഇട്ടോളൂ. വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനിയും കുറച്ച് നേരത്തേക്ക് വേവാൻ വെച്ചേക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചൂടാവാൻ വെക്കാൻ. ഇത് ഒന്ന് റെഡിയാവണ്ടേ, കുറുകിയൊക്കെ വരാൻ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നിർത്തണം. എന്നിട്ട് കുറച്ച് നേരം ആറാൻ വെക്കണം. എന്നിട്ടേ എടുക്കാവൂ. ഇതാണ് നമ്മുടെ മുരിങ്ങയില തോരൻ കറി. ഇത് നമ്മുടെ മത്തയിലക്കറിയും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.